വ്യത്യസ്ത പരിപാടികളുമായി സൗഹൃദങ്ങൾക്ക് ഒരു പുതിയ മാനം നൽകുകയാണ് 37,000-ഓളം അംഗങ്ങളുള്ള കോഴിക്കോട്ടുകാർ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ്. ഗ്രൂപ്പിലെ അംഗങ്ങൾ ദീപാവലിക്ക് കോഴിക്കോട് ജുവനൈൽ ഹോമിലെ കുട്ടികൾക്കൊപ്പം മധുരം പങ്കുവച്ചും ചിരാതുകൾ കത്തിച്ചും ദീപങ്ങളുടെ ആവലി തീർത്തു. 37,000-ഓളം അംഗങ്ങളുള്ള കോഴിക്കോട് ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഈ വർഷത്തെ ദീപാവലി ജുവനൈൽ ഹോമിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു. മധുരപലഹാരങ്ങൾ പരസ്പരം വിതരണം ചെയ്തും ചിരാതുകൾ കത്തിച്ച് ദീപങ്ങളുടെ വലയം തീർത്തും ആഘോഷങ്ങൾ ഇവർ മിഴിവുറ്റതാക്കി. ഫേസ്ബുക്കിലെ തന്നെ അംഗങ്ങളാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഞങ്ങളിവിടെ ഇന്ന് ജുവനൈൽ ഹോമിൽ ഇവിടുത്തെ കുട്ടികളുമായിട്ട് ഇന്ന് ദീപാവലി ആഘോഷിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്നേഹദീപം എന്നാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഈ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരടുത്ത് കുറച്ച് മിഠായി വിതരണം ചെയ്യാനും അവരുടെ കുറച്ച് കഴിവുകൾ അവർ ഇവിടെ വന്നിട്ട് കുറച്ച് പ്രോഗ്രാം എല്ലാം ചെയ്ത് അവരുടെ കഴിവ് തെളിയിക്കാനും വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പം തന്നെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാം. കുട്ടികളൊക്കെ നല്ല ഇൻട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് കോഴിക്കോട്ടുകാർ എന്നുള്ള ഗ്രൂപ്പ് കോഴിക്കോട്ടെ അറിയപ്പെടാത്ത 4 പ്രതിഭകളെ ഞങ്ങൾ ആദരിച്ചിരുന്നു. കഴിഞ്ഞ മാസത്തിൽ 9-ാം തീയതി, ഈ ഒക്ടോബർ 9-ാം തീയതി ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ തുടർന്നിട്ടുള്ള ഞങ്ങളുടെ ഈ സാമൂഹിക പ്രവൃത്തികളിലേക്കുള്ള ഞങ്ങളുടെ വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ഞങ്ങൾ അടുത്ത ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ ജുവനൈൽ ഹോമിലെ കുട്ടികളുമായിട്ടുള്ള ഈ പ്രോഗ്രാം. ഞങ്ങളിവിടെ ഡോക്ടർ ആർസു, വിനോദ് കോവൂർ തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. വ്യത്യസ്ത തരത്തിലുള്ള പരിപാടികൾ വഴി സൗഹൃദങ്ങൾക്ക് പുതിയ മാനം നൽകുന്ന ഫേസ്ബുക്കിലെ ഈ കോഴിക്കോടൻ കൂട്ടായ്മയ്ക്കൊപ്പമുള്ള ദീപാവലി ആഘോഷത്തിന്റെ സന്തോഷത്തിലായിരുന്നു ജുവനൈൽ ഹോമിലെ അന്തേവാസികൾ. ശ്രീ മനോജ് കുമാർ, റിയാസ് കൊങ്കത്ത്, ഡോക്ടർ സുധീർ മുളയ്ക്കൽ, സീനേഷ് കെ പി തുടങ്ങിയവരാണ് ഫേസ്ബുക്കിലെ കോഴിക്കോടൻ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.